അലൈക്കും വറഹ്മത്തുള്ളാ. 3ാം ക്ലാസ്സിലെ ഇന്നത്തെ അഖീദ പരീക്ഷയുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? അള്ളാഹുവിനുണ്ട്. അസ്രായിൽ അലൈഹിസ്സലാം നന്മ രേഖപ്പെടുത്തുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്, സത്യവിശ്വാസി. ഇതാണ് ശരിയ ഉത്തരം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത്, വിശ്വസിച്ചവനാണ് സത്യവിശ്വാസി. അടുത്തത്, പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും അള്ളാഹുവിനുണ്ട്. അടുത്തത്, മലക്കുകളിൽ ഉത്കൃഷ്ടനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അടുത്തത്, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം. വലതു ഭാഗത്തുള്ള മലക്ക് നന്മ രേഖപ്പെടുത്തുന്നു. നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്. അടുത്തത്, കിതാബുകളുടെ ഭാഷ എഴുതാം. സബൂർ യൂനാനി അല്ലെങ്കിൽ ഗ്രീക്ക്, രണ്ടിലൊന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത് ഇഞ്ചീൽ സുരിയാനി അല്ലെങ്കിൽ സിറിയക്ക്, രണ്ടാലൊന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത് തൗറാത്ത് ഇബ്രാനി ഹിബ്രു, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. അടുത്തത്, ശുദ്ധിയില്ലാത്തവർ ഖുർആൻ തൊടുക പോലും ചെയ്യരുത്. അടുത്തത്, ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്ക് ഇറങ്ങി വരും. അടുത്ത ചോദ്യം, നബിമാരിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. പിന്നെ വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകൾ എത്രയാണ്? 25. അടുത്ത ഉത്തരം എഴുതാം. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ്? എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ്. എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ്. അടുത്തത്, നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ്? വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് അംബിയ മുർസലുകൾ, അല്ലേ? വഹി എന്ന ദിവ്യസന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് നബിമാർ. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, അൽബക്കറ ഓതുന്ന വീട്ടിൽ എന്തുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അൽബക്കറ ഓതുന്ന വീട്ടിൽ പിശാച് ഓടിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അടുത്ത ചോദ്യം, അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കിയത് എന്തിന്? അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി. അടുത്ത ചോദ്യം, ഉലുൽ അസ്മുകൾ രണ്ടാളെ പേര് എഴുതാനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി അലൈഹി സ്വലാം, മൂസ, ഏത് രണ്ട് നബിൻ്റെ പേര് എഴുതിയാലും ആ ഉലുൽ അസ്മിൽപ്പെട്ട 5 നബിമാരിൽ ആരെഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത, അംബിയ മുർസലുകൾക്ക് നിർബന്ധമായ സിഫത്ത് നമുക്കറിയാം, അല്ലേ? സിദ്ക്ക്, അമാനത്ത്, തബ്ലീഗ്, അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, 4 അതാണ് ചോദിച്ചത്. ഇതാ സിദ്ക്ക്, അമാനത്ത്, ഫത്വാനത്ത്, തബ്ലീഗ്. പിന്നെ ഇപ്പുറത്ത് കദിബ്, ഖിയാനത്ത്, ബലാത്ത്, കിത്മാൻ. ഇതിലേതെങ്കിലും 2 എഴുതിയാലും ശരി കിട്ടും, അല്ലെ ഇതിലേതെങ്കിലും 2 എഴുതിയാലും മതി. മലയാളം അറബി ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. മനസ്സിലായോ? അപ്പം അംബിയ മുർസലുകൾക്ക് നിർബന്ധമായ സിഫത്ത് സിദ്ക്ക്, അമാനത്ത്, ഫത്വാനത്ത്, തബ്ലീഗ്. പിന്നെ അംബിയ മുർസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത് കദിബ്, ഖിയാനത്ത്, ബലാത്ത്, കിത്മാൻ. അടുത്തത്, പൂരിപ്പിക്കാൻ വന്നത് ഇല്യാസ്, യൂനുസ്, സക്കരിയ, യഹ്യ, ഈസാ വ ത്വാഹ, ഖാത്തിമുൻ ദഗയ്യ. ഇവിടെ യൂനുസ് ഉണ്ട്, യൂനുസ് പൂരിപ്പിക്കാനുണ്ട്. സക്കരിയ ഇവിടെ ഉണ്ട്. അടുത്ത് പിന്നെ യഹ്യ ഇവിടെ എഴുതണം. ഈസ കഴിഞ്ഞിട്ട് വ ത്വാഹ, ഖാത്തിമുൻ ദഗയ്യ ഇവിടെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ അഖീദ പരീക്ഷയുടെ ആൻസർ കീ.